ആവശ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് ഓരോ വ്യക്തികളും ചെയ്യുന്ന എഫർട്ടുകൾ കൊണ്ടല്ല, ദർ ഇസ് എ ഡിവൈൻ പ്രോഗ്രാം. ഈ ക്ലാസ്സിലേക്ക് ധാരാളം പേര് പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ശ്രമിച്ചാൽ പറ്റുന്നതിനേക്കാളൊക്കെ കൂടുതൽ പേര് ഇതിൽ താല്പര്യമുള്ളവരുണ്ട്. ഇന്നും അതുപോലെ തന്നെ ധാരാളം പേര് ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടേക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ അനിതയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള എഫർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ട്. തീർച്ചയായിട്ടും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക്, ലോകത്തിന് വേണ്ട ഒരു ശാസ്ത്രമാണെങ്കിൽ അത് ആരും പ്രചരിപ്പിക്കേണ്ട, ആരും വളർത്തേണ്ട, അതങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ അനിത പറഞ്ഞ പോലെ ഒരു വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എനിക്ക് 9:30 എന്തായാലും ലീവ് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നിങ്ങളിൽ എത്തിക്കത്തക്ക രീതിയിൽ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഈ സബ്ജക്റ്റ് തീർക്കാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ദി ഗ്രേറ്റ് ഇൻഫെക്ഷൻ മിത്ത്. അപ്പോൾ ഒരു മിത്ത് എങ്ങനെയാണ് ഗ്രേറ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് പോപ്പുലാരിറ്റി. മിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ തിങ്, ബട്ട് പീപ്പിൾ ത്രൂ ജനറേഷൻസ് ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ് ആസ് എ റിയാലിറ്റി. അപ്പോൾ അതൊരു സത്യമായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ തിയറി. അപ്പോൾ ഇത് ശരിയാണ് എന്നുള്ള വിശ്വാസം ഉള്ളവരാണ് എന്നെ ശ്രവിക്കുന്നതിൽ 99% എന്ന് എനിക്കറിയാം. ഇത് ആർക്കെങ്കിലും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള സയൻറ്റിഫിക് വേയിൽ മനസ്സിലാക്കണമെങ്കിൽ GNM പഠിച്ചേ തീരത്തുള്ളൂ. അതുകൊണ്ട് GNMനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൂടിയിട്ടുള്ളവർ, വായിച്ചിട്ടുള്ളവർ, പഠിച്ചിട്ടുള്ളവർ, പഠിപ്പിച്ചിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് പൊതുജനങ്ങളോട് പറയുമ്പോൾ ഇത് അസത്യമാണ്. കാരണം അതിൽ ആരും വ്യത്യസ്തമല്ല. ഹോമിയോപ്പതി ഡോക്ടേഴ്സും അത് തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. അപ്പോൾ അതൊരു മിത്താണ്. ഇറ്റ് ഹാസ് ബിക്കം എ ഗ്രേറ്റ് തിങ്. ഇപ്പോൾ ഗ്രേറ്റ് മിത്ത് എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. അത് പറഞ്ഞ് ചൊല്ലി പാടി അത് വളരെ വളരെ വിപുലമായ, അല്ലെങ്കിൽ വളരെയധികം സ്വാധീനമുള്ള, ഈ സമൂഹത്തെ, ഈ തലമുറയെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു തിയറി ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇൻഫെക്ഷൻ തിയറി. അപ്പോൾ ഇൻഫെക്ഷൻ തിയറിയുടെ യാഥാസ്ഥിതികത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളെപ്പോലെ, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ പോലെയും ഒരു 10-15 വർഷം മുമ്പ്, അല്ലെങ്കിൽ 2013 മുൻപ് എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്ന കാര്യമല്ല. 2008 ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. 2008 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ വായിൽ നിന്ന് തന്നെയാണ് കേൾക്കുന്നത്. വൈറസ് കനോട്ട് മേക്ക് സമ്മൺ സിക്ക് ഓർ വൈറസ് കനോട്ട് മേക്ക് സമ്മൺ കിൽ ഡെഡ് എന്നുള്ള ഒരു അറിവ്. അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചപ്പോഴാണ് ഇത് ഡോക്ടർ ഹാമർ കണ്ടുപിടിച്ച 5 ബയോളജിക്കൽ ലോസിൽ 4th ബയോളജിക്കൽ ലോയാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻ തിയറി എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഫ്ലോനെസ് അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി അല്ല, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള സത്യം. അപ്പോൾ ഇതിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് ആയിരുന്നു പറഞ്ഞത്. അതായത് ബോഡിയിലുള്ള എല്ലാ ചേഞ്ചസിനെയും ഒരു ട്യൂമർ ലൈക്ക് either destruction followed by repairing formation of a tumor or formation of a tumor followed by its destruction. ഇങ്ങനെ നമ്മൾക്ക് പത്തോളജി ആയിട്ട് ഗ്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ജെർമിനൽ ലെയേഴ്സ് ആയിട്ടുള്ള 4 ലെയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് വിശദീകരണം കിട്ടുന്നത്. അത് ഡോക്ടർ ഹാമറിൽ നിന്ന്. ഇന്നത്തെ 4th ബയോളജിക്കൽ ലോ ഓഫ് GNM അല്ലെ, അതും യഥാർത്ഥത്തിൽ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ് എന്നാണ്. മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ അനിമൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ, നമ്മുടെ ഉള്ളിലും എല്ലാ ചരാചരങ്ങളിലുമുള്ള ജീവികൾ, സ്മോൾ ജീവികൾ, മൈക്രോബ്സ്. അപ്പോൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രോഗകാരണങ്ങളാണ് എന്നാണ് നമ്മൾ ഇന്നേ വരെ കേട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സോടുകൂടി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതൊരിക്കലും രോഗമുണ്ടാക്കത്തില്ല. അതേസമയം നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നോട്ട് എനിമീസ് ബട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടിയിട്ട്
പ്രകൃതി മാതാവ് എന്ന് വേണേൽ വിളിക്കാം, അല്ലെങ്കിൽ ദൈവം, ഈ ക്രിയേറ്റർ ഓഫ് ദിസ് യൂണിവേഴ്സ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെ എവല്യൂഷനിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ. എന്തായാലും നമ്മുടെ ഈ ഹ്യൂമൻ ഓർഗാനിസത്തിന് അനുകൂലമായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. ദേ ആർ നോട്ട് കമ്മിങ് ഫ്രം എക്സ്റ്റേണൽ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പുറത്തുനിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനങ്ങളല്ല, ജീവികളല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും GHK എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന ഈ പുതിയ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ഹാമറാണ് ഈ സയൻറ്റിഫിക് വേയിൽ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ ഇത് ഈ ലോകത്തോട് ആദ്യമായി വ്യക്തമായി പറഞ്ഞത്. അപ്പം ഇങ്ങനെ ആദ്യമായി എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ ഹോമിയോപ്പതി ഈ ഡോക്ടർമാരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 80% ഓഫ് വാട്ട് വി ആസ് ഹോമിയോപ്പസ് were trained in, they were all allopathy, and only 20% according to me is composed of medicina medica, philosophy and repertory. ഈ 3 ഹോമിയോപ്പതി സബ്ജക്ട്സ് ആഡഡ് ടു സോ കോൾഡ് അലോപ്പതി സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ അവിടെ പഠിച്ചത് മുഴുവനും ഈ അലോപ്പതിക് സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മളും ഈ ഇൻഫെക്ഷൻ തിയറി കാണാതെ പഠിച്ചിട്ടുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ അൺലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറ്. സോ ഇറ്റ്സ് എ റെവല്യൂഷണറി പെർസ്പെക്റ്റീവ്. ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് രോഗാണുക്കൾ, അല്ലെങ്കിൽ അതിൻ്റെ രോഗാണുക്കൾ എന്ന് തന്നെ വിളിക്കുന്നത് നമുക്ക് ഈ കിട്ടിപ്പോയത് കൊണ്ടാണ്. അണുക്കൾ രോഗമുണ്ടാക്കും എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കാനായിട്ടാണ് 4th ബയോളജിക്കൽ ലോ. അത് ഞാൻ വീണ്ടും പറയുവാണ്. അത് learninggnm.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം. ഈ ഒരു ക്ലാസ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. പിന്നീട് നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ സോ കോൾഡ് ഇൻഫെക്ഷസ് ഡിസീസസ്, അതായത് അത് ഏത് വൈറസ് ഡിസീസ് ആയിക്കോട്ടെ, ബാക്ടീരിയൽ ഡിസീസ് ആയിക്കോട്ടെ, എപ്പിഡമിക് ആയിക്കോട്ടെ, പാൻഡമിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഇൻഫെക്ഷൻ സോ കോൾഡ് കണ്ടേജിയസ് ഡിസീസ് ആണെങ്കിലും അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ നോളജ്. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് എവർ ഈസ് ടോട്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെയധികം വിദൂരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചുരുക്കം ഇതാണ്, അണുക്കൾ ഒരിക്കലും ഒരു രോഗവും ഉണ്ടാക്കത്തില്ല. അതേ കാരണം കൊണ്ട് ആരും അണുക്കൾ മൂലം മരിക്കുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ എല്ലാ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ഈ വിഷയത്തിലുള്ള അറിവ്. അത് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. അത് ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള എയ്ഡ്സോ അല്ലെങ്കിൽ കോവിഡ്, അത് മാത്രമല്ല ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വൈറൽ ഡിസീസ് ആയിട്ടുള്ള മീസിൽസ്, ചിക്കൻ ബോക്സ്, ജർമ്മൻ മീസിൽസ്, അങ്ങനെ തുടങ്ങി അതിൻ്റെ ഭീകരതയിൽ വരുന്ന റാബീസ്, ഡെങ്കു ഫീവർ, ട്യൂബർക്കുലോസിസ്, അങ്ങനെയുള്ള രോഗാണുക്കളെല്ലാം ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ കൂടെയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതൊന്നും റിയലി ഇൻഫെക്ഷ്യസ് അല്ല, പകർച്ചവ്യാധികളല്ല. ഒരാളിൽ നിന്ന് ഒരു രോഗവും മറ്റൊരാളിലേക്ക് പകരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് കൺവെൻഷണൽ തിയറി, അതായത് അലോപ്പതി എന്ന് ഞങ്ങൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് വിളിക്കുന്ന, മോഡേൺ മെഡിസിൻ എന്ന് അവർ വിളിക്കുന്ന ഈ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അണുജന്യ രോഗങ്ങൾ? ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കമ്മിങ് ഫ്രം എക്സ്റ്റേണൽ അറ്റാക്കിങ്. ദർ ഇസ് എൻ എലമെന്റ് ഓഫ് അറ്റാക്ക്. ഒരു അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്. അതായത് പാവം പിടിച്ച മനുഷ്യരെ ഈ അണുക്കൾ കീറി ആക്രമിച്ച് കീഴ്പ്പെടുത്തി രോഗികളാക്കി അവരെ മരിപ്പിക്കാൻ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതാണ് എല്ലാവിധ അണുക്കളും എന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല എന്ന്. ഇത് ആരാണ് ഈ പറയുന്ന സിദ്ധാന്തം വന്നത്? കാരണം ഡോക്ടർ ഹനിമാൻ ചരിത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ 1755 ജനിച്ച് 1843 മരിച്ച ഡോക്ടർ ഹാനിമാൻ, ഹോമിയോപ്പതി കണ്ടുപിടിച്ച ശാസ്ത്രം കണ്ടുപിടിച്ച ഹാനിമാൻ, അദ്ദേഹത്തിൻ്റെ ഈ 1800 ശേഷമുള്ള 1822 ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന അന്ന് ജനിച്ചതാണ്. അതിനുശേഷം അയാൾ ഈ തിയറി കൊണ്ടുവന്നു. പക്ഷേ
ഈ ഹനിമാൻ പറഞ്ഞതെല്ലാം അതോടുകൂടി അസ്തമിച്ചു. ഹനുമാന്റെ ശബ്ദത്തിന് പിന്നെ ബലമില്ലാതെയായി. അപ്പോൾ ജനങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദെയർ ഇൻഫ്ലുവൻസ്. അതെല്ലാം മെഡിക്കൽ ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഇൻഫ്ലുവൻഷ്യൽ ദേ വേർ, ഫൈനാൻഷ്യലി, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നുകൊണ്ട് അവർ പറഞ്ഞത് മാത്രമാണ് ജനങ്ങൾ കേട്ടത്. പക്ഷെ അതിൻ്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള ബിസിനസ് താല്പര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പണമുണ്ടാക്കുക, അല്ലെങ്കിൽ അതിലൂടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. സാമ്രാജ്യം മീൻസ് ലോക സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ആ പർപ്പസിൽ മാത്രമാണ്. അതിൻ്റെ ഒരു ഡൈനാമിസത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് ആരും അന്വേഷിക്കാനായിട്ട് മെനക്കെടാതെ ഇതെല്ലാം അണുക്കളാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ആൻറ്റിബയോട്ടിക്സ്, അതിൻ്റെ വിൽപ്പന, നിർമ്മാണം, പ്രചാരം. ആൻറ്റിവൈറൽ ഡിസീസ്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ആൻറ്റിവൈറൽ, പിന്നെ അതിനുവേണ്ടിയുള്ള വാക്സിൻ. അപ്പോൾ ഈ വാക്സിൻ കച്ചവടവും ആൻറ്റിബോഡി കച്ചവടവും ഇപ്പോൾ ഈ ഫാർമ ഇൻഡസ്ട്രിയുടെ ഇൻഫ്ലുവൻസിനും ഫാർമ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ശാസ്ത്രം ജനങ്ങളിൽ എത്തിച്ചത്. പക്ഷേ they could market it well, they could popularize it, campaign it. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഇത് മാത്രമാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് വളരെ ശാസ്ത്രീയമായിട്ട് ഡോക്ടർ ഹാമർ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ തിയറി ഫുള്ളി ഫ്ലോ ആയിരിക്കും? ഫ്ലോ മീൻസ് അതിന് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒത്തിരി തെറ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. കാരണം എന്തുകൊണ്ട്? എക്സ്പോഷർ, അതായത് ഇപ്പോൾ നമ്മൾ ചിക്കൻ പോക്സ് രോഗിയെ കാണാൻ പോകും, അല്ലെങ്കിൽ അതുപോലെ ഇൻഫെക്ഷസ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഡെങ്കു രോഗിയെ കാണാൻ പോകും. അത് കൊതുകിലൂടെയാണ് പറയുന്നത്. അപ്പോൾ കൊതുക് കുത്തിയെന്ന് വിചാരിക്കുന്നു. സംഗതി എന്താണ്? നമ്മൾ ആകപ്പാടെ അതിനകത്തൊരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സിലുള്ള ചേഞ്ചസ് കുറവാണ് നമ്മൾ അതിന് കാരണമായിട്ട് പറയുന്നത്. ആരും കൊതുക് കുത്തിയതും കണ്ടിട്ടില്ല, ആരും ത്രോംബോസൈറ്റോപീനിയ ഇതൊന്നും നമ്മളത് കാണുന്നില്ല. അല്ല, ത്രോംബോസൈറ്റോപീനിയ കാണാം, പക്ഷേ ദാറ്റ് പ്രോസസ് ഈസ് നോട്ട് വിസിബിൾ. ദീസ് ആർ ഓൾ ഹൈപ്പോത്തസിസ്. അതുകൊണ്ടാണ് അതിനെ ഒരു മിത്ത് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ് പാടി ജനങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇറ്റ് ഹാസ് കം ടു എ സ്റ്റോപ്പ്. അത് പെർമനൻ്റ് ആയിട്ട് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട, ശാസ്ത്രീയമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു രോഗവും ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരുന്നില്ല എന്നുള്ള വളരെ വിപ്ലവകരമായ അറിവാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHK, ജർമാനിക് ഹീലിംഗ് നോളജിലൂടെ ഡോക്ടർ ഹാമർ ഈ ലോകത്തിന് തരുന്നത്. ഒത്തിരി ആർഗ്യുമെന്റ്സ് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഇൻഫെക്ഷനിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഫാൾസ് സിക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ അത് രോഗഗ്രസ്തമാകുന്നില്ല, ചിലർ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇനി ഈ അണുക്കളുടെ ആക്ടിവിറ്റീസ് ഈ എക്സ്പോഷർ ഇല്ലാതെ, അതായത് കോണ്ടാക്ട് എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല. ഒരാൾക്ക് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്, എവിടുന്ന് അറിയത്തില്ല. അപ്പം എവിടെ നിന്നാണെന്ന് അറിയത്തില്ലാതെ, അതിൻ്റെ സോഴ്സ് അറിയത്തില്ലാതെയും ഒരാൾക്ക് ചിക്കൻ പോക്സ് വരും. GNM പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സോ കോൾഡ് ഇൻഫെക്ഷൻസ് ഡിസീസസ് സംഭവിക്കുകയുള്ളൂ എന്ന് വളരെ ശാസ്ത്രീയമായിട്ട് വിശ്വസനീയമായ രീതിയിൽ ഡോക്ടർ ഹാമർ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. കാരണം പലപ്പോഴും ഈ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോൺഫ്ലിക്റ്റ്, ഈ കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് രോഗാണുക്കളുടെ അവസ്ഥ, പ്രസൻസ് ഉണ്ടാക്കുന്ന രോഗാവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതിന് തെളിയിക്കാനായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത് റെസൊല്യൂഷൻ സ്റ്റേജിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിൻ്റെ എല്ലാ പ്രോസസ് അല്ലെങ്കിൽ SBS എന്ന് പറയുന്ന പ്രോഗ്രാം, ബയോളജിക്കൽ പ്രോഗ്രാം, സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ, അതാണ് SBS. ആ SBSൻ്റെ ഹീലിംഗ് ഫേസിലാണ് അണുക്കൾ ഉണ്ടാകുന്നത്, അല്ലെ അണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കാം. ഏത് രോഗത്തിൻ്റെ ഏത് SBSൻ്റെ കാര്യത്തിൽ തെളിയിക്കാം. അതേസമയം എക്സ്പോഷർ ഉണ്ടായ ഒരാൾക്ക് എല്ലാവർക്കും അസുഖം വരുന്നില്ല. ഇനി അസുഖം വരണമെങ്കിൽ എക്സ്പോഷർ ഇല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ തിയറി സ്റ്റേ ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതൊരു മിത്താണ്, ഒരു കണ്ടേജിയൻ ഉണ്ട്. സംതിങ് ഹാസ് ടു ഫ്ലൈ ഓർ പുഷ് ഫ്രം മൈ ബോഡി ടു അനദർ പേഴ്സൺ ഹു വിൽ ബി ഇൻഫെക്റ്റഡ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ശരിക്കും മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫാർമ ഇൻഡസ്ട്രി ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പറയുന്നത്? ഓൺലി ഫോർ 3 reasons. One is for selling out their antibiotics which are killing all the bacteria, mycobacteria, even fungicides, fungal diseasesനെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം ഉണ്ട്. കെമിക്കൽസ് ആർ there enough. വാക്സിൻസ്, ബിഗ് ഇൻഡസ്ട്രീസ്, വാക്സിൻ ഇൻഡസ്ട്രി, അതിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും തീരുന്നതല്ല. അപ്പോൾ അത് നടപ്പിലാകണമെങ്കിൽ അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു തിയറി ഇവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ.
it's a dogma. You know what's the meaning of dogma? Dogma simply means it cannot be questioned. Just like a religious dogma. നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ there are so many dogmas which cannot be questioned by its followers. ഇതുപോലെ ആണ് ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻ തിയറി വന്ന് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഡോഗ്മ. യു കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് ആൻഡ് യു വിൽ നോട്ട് ഗെറ്റ് ആൻ ആൻസർ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് എന്താണ് ഡോക്ടർ ഹാമർ ഫോർത്ത് ബയോളജിക്കൽ ലോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ GNM പഠിക്കുന്നതിന് മുമ്പായിട്ട് ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ 3 ഉദാഹരണങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പറയും ഒരു തീ പിടിച്ച അല്ലെങ്കിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ടീം അല്ലെങ്കിൽ എന്താ പറയുക അഗ്നിശമന സേന വന്നിട്ട് അവര് വെള്ളം തെളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ ആ തീ കെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ എന്താണ്, ഈ തീ കൊടുത്താനായിട്ട് ശ്രമിക്കുന്നവരെ കണ്ടിട്ട് ഒരു കൂട്ടരിൽ നിന്ന് പറയാണ്, ആരാണത്? സോ കോൾഡ് അലോപ്പതി ഡോക്ടർ പറയാണ്, ഇറ്റ് ഈസ് ദീസ് പീപ്പിൾ ഹൂ ഇൻഫ്ലെയിംഡ് അല്ലെങ്കിൽ സെറ്റ് ഓൺ ഫയർ ദിസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതൊരു ഒബ്സർവേഷനാണ്. കാരണം എന്താ, സൈറ്റ് ഓഫ് ഡിസീസ്, ദി സൈറ്റ് ഓഫ് ഹീലിംഗ് എന്ന് GNM-ൽ പറയുന്ന ആ ഒരു സൈറ്റിൽ രോഗാണുക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് രോഗം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അതാണ് അവരുടെ ശാസ്ത്രം. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു കാട്ടിൽ പോയാൽ ഒരു ബഫല്ലോ, വൈൽഡ് ബഫല്ലോ, എന്താ പറയുക, അത് കാട്ടുപോത്ത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ കാട്ടുപോത്തിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കാക്കകളും കൊക്കുകളും ഒക്കെ ഇങ്ങനെ ചുറ്റും പറന്ന് നടക്കും, ഇതിനെ ഒന്ന് കുത്തി തിന്നാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, അത് ഈ എന്താ പറയുക കാക്കകളൊക്കെ ഓടി പേടിച്ച് അകന്നു പോകും. അതേസമയം ഈ ബഫല്ലോ തന്നെ, ഈ വൈൽഡ് ബഫല്ലോ തന്നെ ഏതെങ്കിലും സമയത്ത് ഒരു ഡൗൺ ആയാൽ അന്നേരം ഇതിനെ കുത്തി കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഈ കാക്കകൾക്ക് കഴിയും. അതേസമയം ശക്തമായിരിക്കുന്ന സമയത്ത് അതിന് സാധ്യമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചും സെൽഫ് ഡിഫെൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനും അപ്പുറമാണ് സത്യമെന്ന് GNM ആണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞിരുന്നത് മറ്റൊരു ഉദാഹരണമാണ് സുനാമി എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്തുണ്ടാവും, ഒത്തിരി മനുഷ്യരും ഒത്തിരി മൃഗങ്ങളും ഒക്കെ ചത്ത് മലർന്നു പോയതാണ് ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയ്ക്ക്, തിരമാലകളുടെ ഇതിൽ. അപ്പൊ വെള്ളം ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സുനാമി അഫക്റ്റഡ് ഏരിയയിൽ മുഴുവൻ ധാരാളം കാർക്കസസ്, അതായത് മരിച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ധാരാളം കാക്കകളും കൊക്കുകളും കഴുകന്മാരും കൊത്തി വലിച്ചിരുന്നു. അപ്പോ ഒരാൾ നോക്കിയിട്ട് പറയണം, അല്ലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്ന അലോപ്പതി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ ആൾക്കാർ നോക്കുമ്പോൾ ഈ മൃഗങ്ങളെയെല്ലാം കൊത്തിവലിക്കുന്ന കാക്കകളെയാണ് കാണുന്നത്. അതുകൊണ്ട് അവരൊരു തിയറി ഉണ്ടാക്കുന്നു, ഈ കാക്കകളാണ് ഈ മൃഗങ്ങളെയെല്ലാം കൊന്നത് എന്ന്. ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഹോമിയോപ്പതി ഡോക്ടർ അല്ലെങ്കിൽ ഹോമിയോപ്പതി സിസ്റ്റം, കാരണം അവിടെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സീഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശദീകരിച്ചത്. ഞാൻ ഇത് വളരെ സത്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴിരിക്കുന്ന എൻ്റെ ഒരു ക്ലിനിക്കിലാണ്, ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയുള്ള ഒരു ക്ലിനിക്കാണ്. നേരത്തെ എനിക്ക് 1 കിലോമീറ്റർ ദൂരെയായിരുന്നു എൻ്റെ ക്ലിനിക്ക് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ വിഷമത്തോടു കൂടി ഞാനൊരു സൈക്കസ് ട്രീ ഞാൻ കട്ട് ചെയ്തു. സൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈന്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് സൈക്കസ്. അപ്പോൾ അത് ഈന്തിൻ്റെ ഇല പോലെ ഉണ്ടാകുന്നതാണ്. ഒരു സൗന്ദര്യ എന്താ പറയണ്ട, ഒരു ഡെക്കറേറ്റീവ് ഗാർഡനിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ കെട്ടിടം പണിയാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്ത് ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചു. 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് മഴയും കാറ്റും വെയിലും ഒക്കെ കൊണ്ടുകഴിഞ്ഞ ശേഷമാണ് ഞാനിത് കത്തിച്ച് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാനൊരു ദിവസം ഒരു വാക്കത്തി എടുത്ത് അതിൻ്റെ പല പീസാക്കി സ്മോളാക്കി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ വല്ലാതെ, അന്ന് ഞാൻ GNM വളരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വല്ലാത്ത ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത കുറേയേറെ കീടങ്ങൾ ഈ പറയുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള സൈക്കസ് ട്രീയുടെ സ്റ്റെമ്മിൽ, അതൊരു തണ്ടാണ്, ഒരു തടിയാണ്, അതിൽ കണ്ടു. പക്ഷേ ഇത് ഞാൻ ഇതുവരെ കാണാത്ത ഷേപ്പിലും രൂപത്തിലും സൈസിലും ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു 3 തരത്തിലുള്ള കീടങ്ങൾ അതിലുണ്ടായിരുന്നു ആ തടിയിൽ. അത് ഒന്നും സ്റ്റെമ്മിലേക്ക് പോയിട്ടില്ല. വെളുത്ത, നമ്മൾ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന മലയാളികൾക്ക് അറിയാം, വാഴപ്പിണ്ടി എന്ന് പറയുന്ന ഒരു സ്റ്റെം ഉണ്ടല്ലോ, ട്യൂബുലേറ്റഡ് സ്റ്റെം പോലെ ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് ഈ പുറമേ ഉള്ളതൊന്നും കടന്നിട്ടില്ല. അതേസമയം അങ്ങോട്ടേക്ക് കിടക്കുന്ന വേറെ കുറച്ച് അണുക്കളുണ്ട്. പിന്നെ അതിൻ്റെ മുകുളം അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വേറൊരു തരത്തിലുള്ള
അനിമൽസിനെ കണ്ടു. സ്മോൾ ക്രീച്ചേഴ്സ്, സ്മോൾ ഇൻസെക്ട്സ് എന്നോ പെസ്റ്റ് എന്നോ എന്തുവേണേലും പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓരോ അല്ലെങ്കിൽ ഓരോ ടിഷ്യൂവിലും വ്യത്യസ്തമായ അണുക്കളെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ലൈഫ് തീരുമ്പോൾ അതിനെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറ്റാൻ വേണ്ടിയിട്ട്, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ജോലി. അപ്പൊ അതാണ് സാക്ഷാൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൺടോജെനറ്റിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞതാണ്, 4 എംബ്രിയോണിക് ജേം ലെയേഴ്സ് ഉണ്ട്. എൻഡോഡെം, ഓൾഡ് മീസോഡെം, ന്യൂ മീസോഡെം, എക്ടോഡെം. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂസ് ആണ്. അപ്പോൾ എൻഡോഡെം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം, ന്യൂ മീസോഡെം അല്ല ഓൾഡ് മീസോഡെം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, ന്യൂ മീസോഡെം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുല, എക്ടോഡെം ഡിറൈവേറ്റീവ്സ് ആയിട്ടുള്ള ടിഷ്യൂവിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ഈ ഡിനോമിനേഷൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഈ ടിഷ്യൂവിൽ വ്യത്യസ്തമായ അണുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച മഹാനാണ് ഡോക്ടർ ഹാമർ. എത്രമാത്രം സയന്റിഫിക് ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഡിസ്റ്റിൻ ചെയ്തിട്ടുള്ള, അലോട്ട് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ബ്രെയിൻ ടിഷ്യൂ, ഓർഗാനിസംസ്, ജെർമിനൽ ലെയർ, അങ്ങനെ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു സിങ്ക്രോണിസിറ്റി പറഞ്ഞ് ശാസ്ത്രീയമായി ഈ വിഷയം അവതരിപ്പിച്ച, വിശ്വസനീയമായ രീതിയിൽ റാഷണലായിട്ട് അവതരിപ്പിച്ച ഒരാളാണ് ഡോക്ടർ ഹാമർ. അതിലൂടെ നമുക്ക് സംശയരഹിതമായിട്ട് ഇതിനെ വിശ്വസിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഞാനതൊന്ന് വിശദീകരിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസിലെ, അതായത് എൻഡോഡെം ഡെറിവേറ്റീവ്സ് ആണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടി, നശിപ്പിക്കുകയല്ല, അതിനെ ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫംഗസ് ആൻഡ് മൈക്കോബാക്ടീരിയ. രണ്ടാമത്തെ തരത്തിൽ, അതായത് ഓൾഡ് മീസോഡെം, അവിടെ ഫംഗസും മൈക്കോബാക്ടീരിയയും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബ്രസ്റ്റ് ഗ്ലാൻഡ്, ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ഗ്ലാൻഡിനെ ഡീജനറേറ്റ് ചെയ്യുകയല്ല ശരിക്കും ചെയ്യുന്ന, അതിനെ ട്യൂമർ ഫോം ചെയ്യുന്നു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ അതിനെ ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പൊ അതിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് TB ബാക്ടീരിയ. അപ്പോൾ ഒരു ബ്രസ്റ്റ് ഗ്ലാൻഡില് അല്ലെങ്കിൽ എൻഡോഡെം ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഒരു യൂട്രസിൽ, പ്രോസ്റ്റേറ്റിൽ, ലിവറിൽ, പാങ്ക്രിയാറ്റിക് സെൽസിൽ, ലിവർ സെൽസിൽ, ഇൻഡസ്റ്റൈനിൽ, അങ്ങനെ എൻഡോഡെം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ ഈ പറയുന്ന ഒരു ഇതിനെ ടിഷ്യൂവിനെ ഡിസ്ട്രക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അതിനെ ഇല്ലാതെയാക്കാൻ, അൺവാണ്ടഡ് ആയിട്ടുള്ള അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂമറിനെ ഡിസോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്യാമെന്ന് പറയാം, കോൺഫ്ലിക്റ്റ് ഹീലിംഗിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ലെയറിൽ TB ബാക്ടീരിയ, ഫംഗസും ഉണ്ട്. സെക്കൻഡിൽ ഫംഗസ് ഉണ്ട്, മെയിനായിട്ട് TB ബാക്ടീരിയ ഉണ്ടാകാം. മൂന്നാമത്തേത്, അതായത് ന്യൂ മീസോഡേമിന്റെ ന്യൂ മീസോഡേം ആകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രൽ മീസോഡേമാണ്. അപ്പൊ സെറിബ്രൽ മീസോഡേം കൺട്രോൾഡ് ടിഷ്യൂവിൽ അല്ലെങ്കിൽ ന്യൂ മീസോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിൽ അതിൻ്റെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് രണ്ട് ടൈപ്പിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലുള്ള ചേഞ്ചസ് ഹീലിംഗിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫോംഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ അതിനെ അനാവശ്യമായിട്ടുള്ള എടുത്തു കളയാൻ, അല്ലെങ്കിൽ അതിനെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓർഗാനിസംസ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള അതിനെ എന്താ പറയണ്ട ത്രഷോൾഡ്, അതിൻ്റെ ഡ്യൂട്ടി അലോട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ മതി, നിങ്ങൾക്ക് ഇവിടെയാണ്. അങ്ങനെ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അതിന് എവല്യൂഷനുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആദ്യം എൻഡോഡെം ഡിറൈവ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് മറ്റ് ഭാഗങ്ങൾ ഓബിയ. അപ്പോൾ ഒരു എവല്യൂഷനും ഒരു എംബ്രിയോളജിയുടെ നോളജ് കൊണ്ട് മാത്രം സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കുറച്ചേ മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വീണ്ടും 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 വായിക്കുക. ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു 20 പ്രാവശ്യമെങ്കിലും ഇത് പഠിച്ച് വായിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത്ര ധൈര്യമായിട്ട്, അല്ലെങ്കിൽ തെറ്റില്ലാതെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ഒറിജിൻ സോഴ്സ്
ഡിഫറെൻറ്റ് അലോട്ട്മെൻറ്റ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വരുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരം എന്തുകൊണ്ട് എനിക്ക് ചുമയുണ്ടായി, എന്തുകൊണ്ടാണ് അത് ബ്രോങ്കിയൽ കഫായത്, എന്തുകൊണ്ടാണ് അത് പൾമണറി അല്ലെങ്കിൽ ആൽവിയോള പ്രോബ്ലം ആയത്. അപ്പൊ ആൽവിയോള എന്ന് പറയുന്നത് ഓർക്കണം, ആൽവിയോള ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി എൻഡോഡേം കൺട്രോൾഡ് ടിഷ്യൂ അല്ലെങ്കിൽ എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം. അപ്പൊ അതുകൊണ്ട് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ട്യൂമർ. അതാണ് നമ്മൾ കാണുന്ന ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന സാധനം. അല്ലാതെ അതിൻ്റെ രോഗാണുക്കൾ കയറിയിട്ടല്ല, അണുക്കളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈ ഫോംഡ് ആയിട്ടുള്ള ട്യൂബർകുലാർ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്ത് സ്പിറ്റ് ഔട്ട് ചെയ്ത് എക്സ്പെൽ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പസ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് ഒഫൻസീവ് സ്മെൽ ഉണ്ടാകും ബിക്കോസ് ഓഫ് ദി ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റ്. നൈറ്റ് സ്വെറ്റ് ഉണ്ടാകും, വേസ്റ്റിംഗ് ഉണ്ടാവും, ലോസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാവും, ലോസ് ഓഫ് പ്രോട്ടീൻ റീപ്ലേസ് ചെയ്യണം, അങ്ങനെയാണ് വരുന്നത്. ഇത് മനസ്സിലാക്കാത്ത ഒരു ശാസ്ത്രമാണ് നമ്മളോട് പറയുന്നത്. അത് ക്യാൻസർ ആണോ അത് ട്യൂബർകുലോസിസ് ആണോ എന്ന് നമുക്കങ്ങ് മനസ്സിലായില്ല. അത് വയസ്സാം കാലത്ത് അവസാനമൊക്കെയാണ് പറയുന്നത്. അയാൾ ട്യൂബർകുലോസിസ് കൊണ്ടാണ് മരിച്ചത്, അതേ ക്യാൻസർ ലങ് ക്യാൻസർ കൊണ്ടാണോ മരിച്ചത് അറിയത്തില്ല, സംശയമാണ്. ഡയഗ്നോസിസ് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. ഇത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പോലും സാധിക്കുന്നില്ല. ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കൺമുമ്പിൽ വരുന്ന രോഗികളിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ മിത്തിനെ പൊളിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഈ മിത്താണ് ഇത്, അല്ലാതെ യാഥാർത്ഥ്യമല്ല. ഈ പാടി പഴകഞ്ചനായി നമ്മൾ പാടി അതിൽ നമ്മുടെ ഒരു ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഈ മിത്തിനെ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സംഗതിയില്ല. ഇൻ ദ മീൻ, അതായത് രോഗാണുക്കൾ ഇങ്ങനെ പറന്നു വന്ന് നമ്മുടെ ഒരു ശരീരഭാഗത്ത് ലോഡ് ചെയ്യുന്നു, എന്നിട്ട് അത് അവിടെ പണത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മളെ രോഗിയാക്കുന്നു, കീഴ്പ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നതാണ് അണുക്കൾ. നമ്മളോടുകൂടി തലമുറകളോളം ജീവിച്ചതാണ്. നമുക്ക് അതിൻ്റെ അത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് സ്ട്രോങ് ആയിട്ട് കഴിച്ചാൽ പറ്റും, പക്ഷെ അത് ഹാംഫുള്ളാണ്, അതൊരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിവൈറൽ, ആൻറ്റി ഒന്നും പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇൻഫെക്ഷൻ അടിച്ചു, എന്നിട്ട് അതിന് മെഷർമെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. 3000, 4000 എന്തൊക്കെയോ ഉണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ തല പഴയതായതുകൊണ്ട്. ചിലർ എനിക്ക് 11,000 ആയിരുന്നു വേണ്ടത്, 35,000. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്ന് 35,000 എന്താണ് വൈറ്റ് സെൽസിന്റെ കൗണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇത്രയും കൂടി. അപ്പോൾ ഭയങ്കര ഇൻഫെക്ഷനായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഇതിനെയെല്ലാം, ഈ പറയുന്ന അണുക്കളെല്ലാം തല്ലിക്കൊന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നുള്ള തെറ്റായിട്ടുള്ള. അദ്ദേഹം തന്നെ എന്നോട് കോട്ട് ചെയ്തതാണ്. ഒരു സുഹൃത്ത് അലോപ്പതി ഡോക്ടർ പറഞ്ഞാണ്, സുഹൃത്തെ ഞങ്ങളൊക്കെ മടുത്തു, ഞങ്ങളുടെ ഈ ആൻറ്റിബയോട്ടിക്സിന്റെ അങ്ങേയറ്റത്തെ കൊടുത്തു, നമ്മൾ പറയാം ചക്രായുധം, എന്താ പറയുക, അവസാനത്തെ അത് കൊടുത്തു, ഇപ്പോഴൊന്നും ഏൽക്കുന്നില്ല. പിന്നെ ദേ ആർ ഹോപ്പ്ലെസ്, ദേ ആർ ലോസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? കാരണം എന്താ ചക്രായുധമാണോ എനിക്കറിയില്ല, അതിൻ്റെ അങ്ങേയറ്റത്തെ കൊടുത്തിട്ട് നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇതിനെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് അവർക്ക് അറിയത്തില്ല. ശരീരം അതിനെയൊക്കെ അതിജീവിക്കുന്നു. അതിനവർക്ക് പേര് കൊടുത്തിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസും അല്ല, ലൈഫ് വിൽ സർവൈവ്. അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഈ ഫീവർ, സ്വെല്ലിംഗ്, ഡിസ്ചാർജ്, പസ്, പെയിൻ എക്സെട്ര, they are all due to, or they are all happening during the healing phase of a program അല്ലെങ്കിൽ ഡിസീസ്. അപ്പോൾ ഇതെല്ലാമാണ് ബാക്ടീരിയ ആക്ടിവിറ്റിയുടെ ഇൻഡിക്കേഷൻ ആയിട്ടുള്ളത്. അതിനെ പിടിച്ച് രോഗമായിട്ട് പറയുന്നതാണ് നമ്മുടെ മുഴുവൻ പ്രശ്നം. ഭയങ്കര ഇൻഫെക്ഷൻ അടിച്ചു, അങ്ങനെ ഒരു അടിക്കലും വലിക്കലും ഒന്നുമില്ല. നോ ഡിസീസ് എവർ ബീൻ പ്രൂവൺ ടു ബി കണ്ടേജിയസ് അണ്ടർ പ്രോപ്പർ സയന്റിഫിക്. അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിലും പ്രോപ്പർ വേയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് നിങ്ങൾ കണ്ടത്? ഇൻഫെക്ഷൻ കണ്ടോ? നിങ്ങൾ രോഗാണുക്കൾ ഇങ്ങനെ വന്നത് കണ്ടോ? അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടോ? ചലഞ്ച് ചെയ്യാം. ആ ഒരു ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ശരീരഭാഗം കുത്തിയെടുത്തിട്ട്, പഴയ തിയറിയുണ്ട്, മറന്നേ, അന്ന് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, 4 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കാറ്റിപ്പറത്തി. അതൊന്നും ആരും നോക്കുന്നില്ല. ഇൻഫെക്ഷൻ, ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻ, അങ്ങനെ പോവുകയാണ് ഈ ലോകം. അത് നിർത്തേണ്ട സമയമായി, നിർത്താൻ പറ്റും. അത് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു, പഠിക്കണം. അതുകൊണ്ട് തന്നെ ഒരു എപ്പിഡമിക്കും ഒരു പാൻഡമിക്കും ഒന്നുമില്ല.
ഇപ്പോൾ ഹിസ്റ്റോറിക്കലി എപ്പിഡമിക്സ് നമുക്കറിയാം, പല എക്സാമ്പിളും നമ്മുടെ മുൻപിലുണ്ട്. അധികം പഴക്കമല്ലാത്ത COVID-19 മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ് അത് ജനറലൈസ്ഡ് ആയാൽ, ധാരാളം പേര് ഒരേ സമയത്ത് ആ ഒരു കോൺഫ്ലിക്റ്റിന് വിധേയമായാൽ ഒരേ ലക്ഷണങ്ങൾ എല്ലാവരിലും കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്. നമുക്കറിയാം, ഏതോ കുബുദ്ധികൾ എവിടെയോ ഇരുന്നിട്ട് സൃഷ്ടിച്ചു വിട്ട ഒരു പേടിപ്പിക്കൽ തന്ത്രമാണ് നമ്മൾ നമ്മുടെ ടിവിയുടെയും ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചുറ്റിക്കറങ്ങി വന്ന ഒരു പൂച്ചെണ്ട് പോലെ കറങ്ങി നമ്മളെല്ലാം പേടിപ്പിച്ച സാധനം. അപ്പോൾ പേടിപ്പിച്ചാൽ എന്തുണ്ടാവും? GNM പഠിക്കണം. ചുമയുണ്ടാവും, കഫം ഉണ്ടാവും, നെഞ്ചിലുണ്ടാവും. അപ്പോഴെന്ത് പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പോകും. ടെസ്റ്റ് ചെയ്താൽ 10-1 പേരെ പോസിറ്റീവ് ആക്കണമെന്ന് എവിടുന്നോ നിർദ്ദേശം വന്നിട്ടുണ്ട്. 10-1 പേര് പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവരെ ഐസൊലേറ്റ് ചെയ്യും, ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ ഒരാളുടെ പേടി കൂടുവോ കുറയോ? കാരണം ഭാര്യനെ മക്കളെ കാണാൻ പറ്റത്തില്ല, അപ്പോൾ പേടി കൂടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവും. അത് GNM പഠിക്കണം. ശ്വാസം മുട്ടലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഡോക്ടർമാർ പോലും വരത്തില്ല. പിന്നെ ഒത്തിരി ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അവസാനം ഞാൻ പറയുന്നില്ല, ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അവയവങ്ങൾ എടുത്തോ ഇല്ലയെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഒരു 10-40 അടിയോ 20 അടിയോ മറ്റോ താഴെ കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഒത്തിരി പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊന്നും ആരും ചോദ്യം ചെയ്യിച്ചിട്ടില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം നിശബ്ദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിക്കാണ്, ഒരു ഫിയറാണ്. ആ ഫിയറിനെയാണ് മുതലാക്കിക്കൊണ്ട് ഡെത്ത് ഫ്രൈറ്റ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. കാരണം സ്വന്തക്കാരുടെ വീട്ടുകാരുടെ ഇടയ്ക്ക് നിന്ന് മാറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംറ്റംസ് ഉണ്ടാകുന്ന ഹീലിംഗ് സ്റ്റേജിലാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യെസ്, the bacteria or the microbes are doing their duty by eliminating the products of the so-called disease. We don't call it pathology or disease in GNM. They are all designed by nature as the beneficial program. ബാക്കിയെല്ലാം മീഡിയയുടെ പണിയാണ്. കാരണം മീഡിയയ്ക്ക് അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരത് ഇഷ്ടം പോലെ ഉപയോഗിച്ചു. ഫ്ലോ ചാർട്ടോ റൂട്ട് മാപ്പ് ഉണ്ടാക്കി ജനങ്ങളെ പേടിപ്പിക്കാവുന്നവരെ പേടിപ്പിച്ചു. അങ്ങനെ ദൗർഭാഗ്യരായിട്ടുള്ള കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ നമുക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന, അവിടെ ആരും ഒരു വൈറസിനെ കണ്ടിട്ടില്ല. വൈറസ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു, നമ്മളത് വിശ്വസിച്ചു. HIV അങ്ങനെ ഒരു വൈറസ് ഉണ്ടോ? ആരും കണ്ടിട്ടില്ല. പിന്നെ ഇനി ഇതൊക്കെ ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകുന്ന എങ്ങനെയാണ്, ന്യൂമോണിയ ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഒരു 10-50 ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസസ് ഉണ്ടായിരുന്നു. 50ഓളം ഉണ്ടെന്നാണ് ഞാൻ അന്ന് പഠിച്ചത്. അപ്പോൾ ഈ 50 രോഗങ്ങൾ ഉണ്ടാകണമെങ്കിൽ 50 കോൺഫ്ലിക്ട്സ് ഉണ്ടാകണമെന്ന് ഇപ്പോഴും എനിക്കറിയാം. ഇപ്പോൾ GNM പഠിച്ചുകൊണ്ടറിയാം. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് തീവ്രമായിട്ടുള്ള, അയാൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷന് പോയിട്ടില്ല, സെക്ഷൽ പെർവേർഷൻസിന് അതൊന്നും പോയിട്ടില്ലാത്തവർക്ക് അത് കിട്ടി. പക്ഷെ മിണ്ടാതെ വീട്ടിലിരുന്നോളൂ, കാരണം യു ആർ സ്റ്റാമ്പ്ഡ് ആസ് എൻ HIV പേഷ്യൻറ്റ്. അതൊക്കെ ഒത്തിരി പഴയ തലമുറ, ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരുന്നതാണ്. 1985-ലാണ് ഞാൻ 78-ലൊക്കെയാണ് ഡോക്ടറായിട്ട് പഠിച്ച് പുറത്തിറങ്ങുന്നത്. അപ്പം അന്നൊക്കെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണ്. അന്ന് മനസ്സിലാവാതിരുന്ന ഒത്തിരി കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാം കൃത്യമായിട്ട് എനിക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് HIV എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കിയ രോഗമാണെന്ന് അവരങ്ങോട്ട് അസ്യൂം ചെയ്യും. ആക്ച്വലി എന്താണ് അത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്ത് വൈറസ് അത്? പിന്നെ എന്താ ഉണ്ടായത്? അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിൻ്റെ അകത്ത് 100-50 എത്ര രോഗം വേണമെങ്കിലും കയറ്റാം. സിൻഡ്രോം അല്ലെങ്കിൽ തന്നെ സ്പെക്ട്രം ഡിസോർഡർ എന്നൊക്കെ പറയത്തില്ല, അത് എന്ത് വേണേലും കയറ്റാവുന്ന ഇതില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു മിത്തിൻ്റെ അകത്ത് അടിമപ്പെട്ടുള്ള മനുഷ്യ കുലത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ തന്നെ എംപവേർഡ് ആവണം. അറിവാണ് ശക്തി. അതുകൊണ്ട് ഈ അറിവ് നിങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്കറിയാം. കാരണം ഓരോ ഈ പറയുന്ന തീവ്രമായിട്ടുള്ള രോഗത്തിലും ഓരോ വളരെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള, എല്ലാവരിലുള്ള കോമൺ ആയിട്ടുള്ള ചില കോൺഫ്ലിക്ട്സ് ആണ് ഈ പറയുന്ന ഹീലിംഗ് സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മൈക്രോബ്സിനെ ഇതുവരെയും രോഗാണു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അവർ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, ദേ ആർ നോട്ട് അവർ എനിമീസ്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം അവർ നമ്മുടെ ഉപയോഗപ്പെടേണ്ട, ഭാവിയിൽ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിനായിട്ട് എത്താൻ കഴിയുന്ന സുഹൃത്തുക്കളായിട്ട് അവരെ കാണുക. അതുകൊണ്ട് രോഗാണുക്കൾ എന്ന് വിളിച്ചിട്ട് അവർ നമ്മുടെ ശത്രുക്കളായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ദേ ആർ നോട്ട് കില്ലേഴ്സ്. നമ്മളെ കൊല്ലുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, അല്ലെ നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗം നശിപ്പിക്കുന്നതല്ല. ഒരു ശരീരഭാഗത്തിന് ഇപ്പോൾ ആക്സിഡന്റ് വന്നു, ഇഞ്ചുറി വന്നാൽ അവിടെ തന്നെയുള്ള അണുക്കൾ അതിനെ തിന്ന് നശിപ്പിക്കുക. അതിനെ വേണ്ട ഒപ്റ്റിമൽ ലെവലിൽ പോകേണ്ടത് പോകും, നിലനിർത്തേണ്ടതിനെ നിർത്തും. ഇപ്പൊ ഛർദ്ദിച്ചു പോകും, നല്ല തൊണ്ടയ്ക്ക് കഫം ഉണ്ടാകും, വേദനയുണ്ടാകും, നീരുണ്ട്. കണ്ടില്ലേ ഡോക്ടർ ചുമന്നിരിക്കുന്നു, ഇൻഫെക്ഷൻ അടിച്ചതാണ്. ഇൻഫെക്ഷൻ എന്താണ്? ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് ഹീലിംഗ്. അവിടെ അണുക്കളുണ്ട്, പക്ഷെ അവർ കോസല്ല, കോസ് കോൺഫ്ലിക്റ്റ് ആണ്.
അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് 4th ബയോളജിക്കൽ ലോസാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ബയോളജിക്കൽ ലോ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ട്യൂബർകുലോസിസ് ഞാൻ പറഞ്ഞു, ദേ ആർ ദി ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി ട്യൂമേഴ്സ് ബിക്കോസ് ദീസ് ട്യൂമേഴ്സ് ഫോംഡ് ഇൻ ദി ലങ് ടിഷ്യൂ. അത് അൽവിയോളൈ എന്ന് പറയുന്ന എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആയിട്ടുള്ള ഓർഗനാണ്. അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ട്യൂമേഴ്സ്. ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ദർ വിൽ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറയാൻ പറ്റുന്നത് ഡിപ്ലീറ്റഡ്. അതുകൊണ്ട് എന്ത് പറ്റും? എല്ലാ സിംറ്റംസും ഉണ്ടാവും. പെയിൻ ഉണ്ടാവും, ചുമയുണ്ടാവും, എക്സ്പ്രഷൻ ഓഫ് പസ് ഉണ്ടാവും. അതിനെ എന്ത് പറയും? ട്യൂബർകുലോസിസ് കയറി പിടിച്ചു. അതിന്റെ കാരണം ഫിയർ ഓഫ് ഡെത്ത് ആണ്. അത് അറിയാം നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിയർ ഓഫ് ഡെത്ത് ആണ് ട്യൂബർകുലർ ട്യൂമേഴ്സിൽ അല്ലെങ്കിൽ ആൽവിയോളർ ട്യൂമറിന്റെ കാരണം, എൻലാർജ്മെന്റ് ഇൻഡ്യൂറേഷൻസിന്റെ കാരണം. അപ്പോൾ യു ആർ സ്റ്റാംപ്ഡ് വിത്ത് ട്യൂബർകുലോസിസ് വിച്ച് ഇസ് ഇൻക്യൂറബിൾ. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻക്യൂറബിൾ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പിന്നെ ഗുളിക കഴിക്കലായി. ഓരോ ഗുളിക എടുത്തു കഴിയുമ്പോൾ ഇയാളുടെ വിചാരം എനിക്ക് TB അടിച്ചു, എനിക്ക് TB പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ TBയുടെ കാരണം എന്താണ്? ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഈ ഗുളിക കഴിക്കുമ്പോൾ ഫിയർ കൂടുവോ കുറയോ? കുറയില്ല, കൂടും. കാരണം എന്താണ്? ഈ ഗുളിക കൊണ്ട് ആരുടെയും മാറിയിട്ടല്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഡ്രഗ്, ആദ്യം ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. പിന്നെ മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻസ് ആണെന്ന് പറയും. ഈ ട്യൂബർകുലോസിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിനുള്ള കോടികൾ ഈ ഇന്ത്യ മഹാരാജൻ ഇവിടെ ചെലവാക്കുക. only to frighten. അത് തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നതാണ്, ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നല്ല. റാബിസ്, പട്ടികളെ ഇല്ലാതാക്കാനായിട്ട്, അവരെ വന്ധ്യംകരിക്കാനായിട്ട്. അത് പറഞ്ഞ വലിയ കഥയാണ്. പട്ടികള്, നിങ്ങൾ റാബിസ് രോഗം ഉണ്ടാക്കുമ്പോൾ ഒരു അണു കയറി ഈ കടിച്ചതിലൂടെ ശരീരത്തിൽ കയറി അത് ബ്രെയിനിൽ ചെന്ന് നീഗ്രി ബോഡീസ് ഉണ്ടായി. അതാണ് ഈ ഭ്രാന്ത് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കൺഫേസ് ചെയ്തതാണ്. ഏറ്റവും അവസാനം വിശ്വസിച്ചത് ഈ റാബിസ് വൈറസിന്റെ കാര്യമാണ്. റാബീസ് വൈറസ് എന്ന് പറയുന്ന വൈറസ് ഒന്നുമില്ല. പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കാണോ ഉണ്ടാകുന്ന എല്ലാ അവസ്ഥകളും, മനസ്സിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം അയാളെ ഈ പറയുന്ന ലക്ഷണങ്ങളിലേക്ക് എത്തിക്കും. അതിനൊന്നും യാതൊരു അത്ഭുതവും ഇല്ല. അങ്ങനെയാണ് ആ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണ് മൈക്രോബ്സിന്റെ അല്ലെ അണുക്കളുടെ ആവശ്യമുള്ളത് ശരീരത്തിൽ, ആ സമയത്ത് അവരെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരമുള്ളത്. എപ്പോഴാണ് നമ്മുടെ ശരീരം വീക്ക് ആകുന്നത്, അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയയുടെ ആക്ടിവിറ്റി നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാകാം. അപ്പോൾ രോഗാണുക്കൾ അങ്ങ് ഇൻഫെക്ഷൻ വന്നാൽ അതിനെ നിയന്ത്രിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കേണ്ട. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ വളരെ ഡാമേജ്ഡ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ ആന്റിബയോട്ടിക്സ് ഇഷ്ടം പോലെ കടന്നിട്ടുണ്ട്. നിങ്ങൾ വല്ലാത്ത സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ മാൾന്യൂട്രീഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചെന്നിട്ടില്ല. നിങ്ങളുടെ ബോഡി വളരെ വീക്കാണ്. എങ്കിൽ ഈ ഇൻഫെക്ഷൻ നിങ്ങളെ ഓവർ പവർ ചെയ്യും, നിങ്ങളെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ അല്ല കീഴ്പ്പെടുത്തുന്നത്, നിങ്ങൾക്ക് ഈ പറയുന്ന ഹീലിംഗ് ഫേസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിന്റെ വിശദീകരണം. അപ്പൊ ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും ഫാർമ ഇൻഡസ്ട്രിയുടെ ആ ഒരു ബിസിനസ് താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാക്സിനേഷൻ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടും എല്ലാ ഫാർമ ആന്റിബയോട്ടിക്സ് മുതൽ ആന്റിവൈറൽ വരെ. ഞാൻ HIV പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. അന്ന് AZT, അതിന്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. അതായത് ദാറ്റ് ഡ്രഗ് വാസ് ഗിവൺ ആസ് ആൻ ആന്റിവൈറൽ ഫോർ HIV ആൻഡ് ദാറ്റ് വാസ് മോർ ഹാർംഫുൾ ദാൻ ദി ഡിസീസ് ഇറ്റ്സെൽഫ്. കാരണം അത് ക്യാൻസർ രോഗികൾക്കൊക്കെ അന്ന് കൊടുത്തിരുന്ന AZT എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എനിക്ക് അറിയാമായിരുന്നു, ഇപ്പോൾ മറന്നു. അപ്പൊ ആ മരുന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗമുണ്ടെന്ന് പറയുന്ന ലക്ഷണങ്ങളെക്കാളും ഭീകരമായിട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡാമേജ് ആ മരുന്നിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന മൾട്ടി ബില്യൺ ബിസിനസ് ഡോളർ ഇൻഡസ്ട്രി ഓഫ് ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, ആന്റിവൈറൽ ഡ്രഗ്സ്, ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന വൈറൽ തിയറിയെ ഇത്ര സജീവമായി, ഇൻഫെക്ഷൻ തിയറിയെ ഇത്ര സജീവമായിട്ട് നിലനിർത്തുന്ന സംഗതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലർക്കും ആദ്യത്തെ അറിവായിരിക്കും, ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ഇങ്ങനെയും ഒരു ചിന്ത ഉണ്ടോ, ഇങ്ങനെയും ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് ഒരു പക്ഷേ കേൾക്കാത്തവർ പോലും ഈ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും, ഇതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ്. അവർ പോലും, ഞാൻ അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, 80% അലോപ്പതിയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതേ ഇൻഫെക്ഷൻ തിയറിയാണ് നമ്മൾ എടുത്ത് പഠിച്ചത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം തിയറി പറയും, ആന്റിബോഡീസ് പറയും, ആന്റിജൻസ് പറയും, എല്ലാം നമ്മൾ പഠിക്കുക അതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ കിടന്ന് മെനക്കെടുവാണ് ഹോമിയോപ്പതി എങ്ങനെ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ സന്ദർഭവശാൽ പറയട്ടെ, ഞങ്ങൾ
GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നൊരു കോഴ്സ് തുടങ്ങിയിരിക്കുകയാണ്. 2 സെഷൻ കഴിഞ്ഞു. നാളെ വീണ്ടും ഒരു ക്ലാസ് ഉണ്ട്. അതിലേക്ക് എല്ലാവരും ചേരുക. ഇത് മാർക്കറ്റിംഗ് ആണ്. ഞാൻ ഇന്ന് ഈ ചാറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കഴിഞ്ഞ 12 ക്ലാസ്, ഇന്ന് 13ാമത്തെ ക്ലാസ്സാണ് ഡോക്ടർ അനിതയുടെ നേതൃത്വത്തിൽ. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന് പേര് ഒന്നുമല്ല പ്രാധാന്യം. ഈ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ അനിതയുടെ സൗഹാർദ്ദമായ അല്ലെങ്കിൽ സൗമനസ്യം കൊണ്ട് ഇത് തുടർന്നു പോവുകയാണ്. അപ്പോൾ 12 ക്ലാസ്സിൽ എൻ്റെയും ഡോക്ടർ ശശിധരൻ VM ശശിധരൻ്റെ 3 ക്ലാസ്സുകൾ, അങ്ങനെ 15 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗാഡ്ജറ്റ്സിലേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങൾക്കതെല്ലാം കാണാം ഫ്രീ ആയിട്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ ലിങ്ക് കിട്ടുമോ? ഇന്നത്തെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, യാത്രയിലായിരുന്നു, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പോയാൽ നിങ്ങൾക്കത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉപകാരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെയുള്ള വിപ്ലവകരമായ GNM പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രംഗത്ത് കൊണ്ടുവരണം. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുള്ള ഈ പോസ്റ്റേഴ്സ് അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ മാക്സിമം പേരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. അതിൽ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചിട്ടുണ്ട്, അത് കൂടുതൽ വേണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ച് സമയം കൂടെ എടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, ഈ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചിലരൊക്കെ വളരെ അഡമൻ്റായിട്ട് എന്നെ പല സംഘടനകളിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ഒരു കാരണം ഇതാണ്. GHK എന്ന് പറയുന്നത്, GNM എന്ന് പറയുന്നതിൻ്റെ അത് വൈറസ് ഇല്ല, അല്ലെ വൈറസിനെതിരായിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വൈറസിൻ്റെ ആരാധകരാകുന്നത്? നിങ്ങളുടെ ആരെങ്കിലും ആണോ, ബന്ധുക്കളാണോ വൈറസ്? വൈറസ് ഡിസീസിന് ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട മനുഷ്യനെ വെഡ്ഡികളാക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പറയുന്ന ഒരാൾ തുമ്മിയാൽ ഇത് വൈറസ് പിടിച്ചു, അല്ലെ അലർജി പിടിച്ചു, അങ്ങനെ പറയാതെ. അലർജിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാതെ, ദർ ഇസ് എ പ്രോഗ്രാം, നേസൽ മ്യൂക്കോസ പ്രോഗ്രാം. ത്രോട്ടാണോ പ്രശ്നം? റൈറ്റ് ത്രോട്ട്. ഐ വാണ്ടഡ് ടു പൊസസ് സംതിങ്, ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. ഐ ഹാപ്പൻ ടു സ്വാളോ സംതിങ് എഗെയിൻസ്റ്റ് മൈ ഡിസയർ. അങ്ങനെ പറയൂ. അല്ലെ ബ്രോങ്കൈറ്റിസ് ഉണ്ടായി. ഞാൻ പറയട്ടെ, GNM പഠിക്കാതെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ഏറ്റവും മിടുക്കരായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് പോലും എന്നെ ശ്രമിക്കുന്നവര് GNM പഠിക്കാത്തവർക്ക് എന്തുകൊണ്ട് ഒരു ആൺകുട്ടി എന്തുകൊണ്ട് ചുമക്കുന്നു, ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ചുമക്കുന്നു? അത് വ്യത്യസ്തമായ കാരണമാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ആ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചുമയ്ക്ക് കാരണം എപ്പോഴത്തെ മഴയായിരിക്കും. മഴ എങ്ങനെ ചുമയുണ്ടാക്കുന്നത്? അല്ലെ തണുപ്പായിരിക്കും. ENT ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചുമയുണ്ട്, അല്ലെ നമ്മൾ മീറ്റിംഗ് കൂടുവാണ്, ചുമയാണ് ഡിസ്കഷൻ. ഇപ്പോഴത്തെ തണുപ്പല്ലേ അത് ചുമയുണ്ടാക്കും. ഇപ്പോഴത്തെ തണുപ്പിൽ എന്താ കുഴപ്പം? അയ്യോ ഇപ്പൊ ഭയങ്കര തണുപ്പാ രാവിലെ. എത്രയാ? 20+ ആണ്. 20. ഇവിടെ കാനഡയിലും നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലും ഒക്കെ -20, 30, 40 അവർ ജീവിക്കും. അവരെല്ലാം ചുമച്ചുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തണുപ്പ് കാരണമാണ്, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ്. അയ്യോ എന്തൊരു തണുപ്പാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തണുപ്പ് നമ്മളെ രോഗിയാക്കും. പൊടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ രോഗിയാക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ ഇൻവോൾവ്മെന്റ്, മനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന GNM നിങ്ങൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. പഠിപ്പിക്കുന്ന ഒരു വേദിയല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് ദയവെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പഠിക്കാവുന്നത് learninggnm.com, www.learninggnm.com. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ നല്ല പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് ടീം ഹെഡ് സുഹൈൽ പറഞ്ഞു, 45ഓളം രാജ്യങ്ങളിലുള്ളവർ 1 മാസം ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ പോപ്പുലർ ആവുകയാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുകയാണ്. ധാരാളം പേര് പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് പെയ്ഡ് മെമ്പർഷിപ്പ് തന്നെ ധാരാളമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു ചെറിയ നോമിനൽ പ്രൈസ് മേടിച്ചിട്ട് നമ്മൾ അതിന് പെയ്ഡ് മെമ്പർഷിപ്പ് ഫോർ 1 year, that enables you to attend all our homeopathy courses. GSK based homeopathy mastery courses നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എല്ലാ സൺഡേയിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇത് പിന്നെ ഓൾറെഡി ഫ്രീ ആണ്. ഡോക്ടർ ശശിധരൻ്റെ ക്ലാസ്സസ് ഫ്രീ ആണ്. ഇനിയും നമ്മൾ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചിട്ട് ഇത് വളരെ വിശാലമായിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളും കൂടെ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ചുരുക്കം ഇതാണ്, സം ടേക്ക് അവേ പോയിന്റ്സ്. മൈക്രോബ്സ് ആർ നോട്ട് അവർ എനിമീസ്. നമ്മളെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി രോഗിയാക്കുന്ന ഒരു സാധനമല്ല. എവിടെയോ സ്റ്റഡീസ് ഉണ്ട്, 1/10 of our body weight is by the microbes എന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ട്.
അപ്പോൾ എനിക്കൊരു 70 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഒരു 7 കിലോ 6-7 കിലോ തൂക്കമുള്ളതാണ് നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോബ്സിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത്രമാത്രം നമ്മുടെ ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കസ്ട്രി സ്റ്റെമ്മിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പലതരത്തിലുള്ള മാമ്പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലത് കേടായി കഴിഞ്ഞാൽ നിങ്ങളൊരു നീലം മാങ്ങയുടെ ഫ്ലഷിലുള്ള അണുക്കളെ വേറൊരു നീലം മാങ്ങയുടെ ഫ്ലഷിൽ കാണാൻ പറ്റും. പക്ഷെ വേറൊരു തരത്തിലുള്ള മാങ്ങയുടെ പുഴു വേറെ ആയിരിക്കും. ഇനി അതിൻ്റെ അകത്തുള്ള കാമ്പും അണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ആ സീഡ് പൊട്ടിച്ചു നോക്കുക, അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കീടങ്ങളും അതുപോലെ ആയിരിക്കും. ഒരു മാങ്ങയും വേറൊരു മാങ്ങയും തമ്മിൽ പോലും വ്യത്യാസമുണ്ട്. പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആക്ടിവിറ്റി ചെയ്ത് എന്തിനാണ് ഈ ഭൂമിയിലെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തെ മാറ്റിയിട്ട് ഈ ഭൂതലത്തിൽ വേറെ ജീവികൾ പുതിയ മനുഷ്യരെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അങ്ങനെ തന്നെ ഡിസ്ട്രോയിഡ് ആവാനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മുടെ ഉള്ളിൽ ഇൻപോ. എങ്ങനെയാണോ നമ്മുടെ ഓരോ ഗാഡ്ജറ്റ്സിലും ഓരോ ഫോണിലും നമുക്ക് ആൻറ്റി വൈറൽ എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്ന ആ സാധനങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഡാമേജ് ആയാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ ടോട്ടലായിട്ട് പ്രധാനപ്പെട്ട ഓരോ ഭാഗത്തും ആണ് അത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അണുക്കളുണ്ട്. അതുകൊണ്ട് യൂട്രസിലുള്ള അണുക്കളെ മൂക്കിൽ കാണാൻ പറ്റത്തില്ല, അവിടെ ട്യൂബർകുലോസ് കാണാൻ പറ്റും. അല്ലെ ബ്രസ്റ്റിൽ ഒരു ഗ്ലാൻഡുലർ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഡാമേജ് ആവുന്നത് അവിടെ ഫംഗസും TB ബാക്ടീരിയയും കാണാൻ പറ്റും, അവിടെ വൈറസിനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ത്രെഷോൾഡ് എന്നാ പറയുക. അത് എംബ്രിയോണിക് ജേം ലെയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഹാമർ അതിനെ ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ് എന്ന് അതിനെ വിളിച്ചത്. അതുകൊണ്ട് നമുക്ക് ചുരുക്കാം, ഫോർത്ത് ബയോളജിക്കൽ ലോ നമ്മളോട് പറയുന്നു അണുക്കൾ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മിത്രങ്ങളാണ്. അപ്പോൾ ഇൻഫെക്ഷൻ തിയറി എന്ന് വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഈ ശാസ്ത്രം ഒരു ഫാൾസാണ്, ഒരു ഫേക്കാണ്. അതുകൊണ്ട് ഒരു മൈക്രോബിനും ആരെയും കീഴ്പ്പെടുത്താൻ, രോഗിയാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ there are no contagious diseases. ഈ മാസ്കും കൈകഴുകലും ഏലിയനൈസേഷനും പിന്നെ ലോക്ക്ഡൗണും എല്ലാം only for the marketing of this ഇൻഫെക്ഷൻ തിയറി. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാനിന്നിപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ മുറിയിൽ വന്നു, മാസ്ക് കെട്ടിക്കൊണ്ടാവുന്നു. ഞാൻ ചോദിച്ചത് എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് അവിടെ മാസ്ക് കെട്ടിയവരെ മാത്രമേ പരിശോധിക്കത്തുള്ളൂ. എന്ത് ചെയ്യാനായിട്ടാണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ രോഗിയോട് ഞാൻ പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു. ഉടനെ അവൾ അത് മാറ്റി. അപ്പോൾ മാസ്ക് ധരിക്കുന്നത്, കൈ കഴുകിക്കുന്നത്, വാഷ് ചെയ്യിക്കുന്നത് എല്ലാം ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ ക്ലീനേഴ്സ്, സോപ്പ്, എല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഇൻഫെക്ഷൻ തിയറി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിയൽ എനിമി ഈസ് ഇഗ്നോറൻസ് ആൻഡ് ഫിയർ. ഫാർമ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിത്താണ്. ആ മിത്ത് ഇറ്റ് ഹാസ് ഗ്രോൺ ടു ദാറ്റ് മാമോത്ത് സൈസ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ബഹുമാനപൂർവ്വം ഗ്രേറ്റ് മിത്ത് എന്ന് വിളിച്ചത്. ഇൻഫെക്ഷൻ തിയറി മിത്ത് ഇറ്റ് ഹാസ് ബിക്കം ഗ്രേറ്റ്. അത്രമാത്രം ഗ്രേറ്റ്നെസ് ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ റിയാലിറ്റിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവർ വളർന്നു വരണം. അങ്ങനെയാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മിത്തിനെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഒന്നുകൂടി ആരോഗ്യത്തെക്കുറിച്ച് ഒന്നുകൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ ഡെമോൺസ്ട്രേറ്റഡ് ഓർ ഡിസ്കവേർഡ് ബൈ ഡോക്ടർ ഹാമർ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മളുടെ തന്നെ ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് നമുക്ക് വിമുക്തമാകാൻ പറ്റും. ആ അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പകർത്താനും സാധിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സോറി പറയുവാണ്, കാരണം എനിക്ക് ഒരു യാത്രയുണ്ട്. എനിക്ക് 10 മിനിറ്റും കൂടെ ആകാം. ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ഉത്തരം പറയാം പെട്ടെന്ന്. അടുത്ത ആഴ്ചയും ക്ലാസ് ഉണ്ടാകും. ദയവ് ചെയ്ത് എല്ലാവരും പങ്കെടുക്കണം. പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ചർച്ച നടത്താം. അപ്പോൾ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുക. കാരണം ഇതൊരു വലിയൊരു വിപ്ലവത്തിൻ്റെ തുടക്കമാണ്. കാരണം ഇന്നിപ്പം 36-37 പേര് പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം 42 പേര് പങ്കെടുത്തു. ഇത്രയും പേരെ ഒരുമിച്ച് സംഘടിപ്പിച്ചൊരു മീറ്റിംഗ് നടത്താന്ന് പറഞ്ഞാൽ ലാക്സ് ഓഫ് റുപ്പീസിൻ്റെ എക്സ്പെൻസ് വരുന്നതാണ്. ഇതൊന്നുമില്ലാതെ
ബഹുമാനപ്പെട്ട അനിത ഡോക്ടറുടെ സഹായം കൊണ്ട് ഇത് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് പങ്കെടുക്കുന്നവരുടെ വീണ്ടും ഇത് കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിക്കാനുണ്ട്. നമ്മളൊരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പ്രചരിപ്പിക്കുക, കൂടുതൽ പേരെ ഇതിൽ പങ്കെടുപ്പിക്കുക, കൂടുതൽ പേരിൽ എത്തിക്കാനായിട്ട്. കാരണം ഇറ്റ്സ് എ സർവീസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി ഈസ് GHK knowledge, and one of the noblest service that we can offer to this humanity is to spread this great noble science എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം, ഞാൻ ഐ ആം ദെയർ ടു ആൻസർ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇത്രയും നേരം ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഞാൻ ലീവ് ചെയ്യുകയാണ്. ഒരു യാത്രയുണ്ട്, അതുകൊണ്ട് പോകണം. താങ്ക് യു സാർ. താങ്ക് യു ഫോർ വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.